പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവം പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ദൈവവചനം നമ്മെ നയിക്കുവാനും നമ്മെ തിരുത്തുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നീതി, ഉത്തരവാദിത്വം, സത്യസന്ധത, മറ്റുള്ളവരുടെ അവകാശങ്ങളെ നാം എങ്ങനെ മാനിക്കണം എന്നിവയെക്കുറിച്ചാണ്. ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുത്തൻ ഒരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം. കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ടു മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതം ഇല്ല. എന്നാൽ ഇതു നേരം വെളുത്ത ശേഷമാകുന്നു എങ്കിൽ രക്തപാതകമുണ്ട്. കള്ളൻ ശരിയായി പ്രതിശാന്തി ചെയ്യണം. അവൻ വകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം. മോഷണ വസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിനു നൽകുന്ന നിയമങ്ങളാണ് നാം ഈ കാണുന്നത്. ഒരാളുടെ സ്വത്തുക്കൾ മോഷ്ടിക്കപ്പെടുമ്പോൾ അതിന് ഉത്തരവാദിത്വമുണ്ടെന്നും തെറ്റു ചെയ്തവൻ നഷ്ടപരിഹാരം നൽകണമെന്നും ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ: ദൈവം നീതിയുടെ ദൈവമാണ്, തെറ്റുകൾക്ക് ഉത്തരവാദിത്വം വേണം, അന്യരുടെ അവകാശങ്ങളെ നാം മാനിക്കുക, യേശു നമ്മെ ഉള്ളിൽ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എന്ന 4 പ്രധാന കാര്യങ്ങളാണ്. ഒന്നാമതായി, ദൈവം നീതിയുടെ ദൈവമാണ്. മറ്റൊരാളുടെ അവകാശം നശിപ്പിക്കുന്നതോ വഞ്ചിക്കുന്നതോ ദൈവസന്നിധിയിൽ വലിയ പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നാം സത്യസന്ധതയുള്ളവരായിരിക്കണം എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, തെറ്റുകൾക്ക് ഉത്തരവാദിത്വം വേണം. ഒരാൾ തെറ്റു ചെയ്താൽ അതിൻ്റെ ഫലവും ഏറ്റെടുക്കുവാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായേ തീരൂ. ഇന്നത്തെ ലോകത്ത് പലരും തെറ്റുകൾ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ആധുനിക ലോകമാണെന്നുള്ളത്. പക്ഷെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ തെറ്റുകൾ സമ്മതിച്ച് തിരുത്തപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി, അന്യരുടെ അവകാശങ്ങളെ മാനിക്കുക. മറ്റുള്ളവരുടെ വസ്തുക്കൾ, മറ്റുള്ളവരുടെ സമയം, വിശ്വാസം, സ്നേഹം എല്ലാം മാനിക്കപ്പെടേണ്ടതാണ്. ദൈവഭക്തി എന്നത് പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നാം സത്യസന്ധമായി നടക്കുക എന്നതുകൂടിയാണ്. നാലാമതായി, യേശു നമ്മെ ഉള്ളിൽ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. മോഷണം കൈകളിലൂടെ മാത്രമല്ല, ഹൃദയത്തിലൂടെയും അത് സംഭവിക്കാം. അസൂയ, സ്വാർത്ഥത, വഞ്ചന ഇവയും
ആത്മീയമായ മോഷണങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വയം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സത്യസന്ധമാണ്. ദൈവം നമ്മെ നീതിയിലും വിശുദ്ധിയിലും നടത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഈ കേട്ട തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി. കർത്താവേ, സത്യസന്ധതയിലും നീതിയിലും ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും തമ്പുരാനെ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കണമേ. വഞ്ചനയും അസൂയയും സ്വാർത്ഥതയും തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. യേശുവിനെ പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ ദിവസം മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളോട് കൂടിയിരിക്കുമാറാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ആരോഗ്യത്തെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിഷമിക്കുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും നിരാശരായവർക്ക് പ്രത്യാശയും നീ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ദിവസം നിന്റെ സമാധാനത്തിലും കൃപയിലും ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ഇവയെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.